വെള്ളാരം കല്ലുകൾ. മലമുകളിൽ നിന്നും അടർന്നു വീഴുന്ന ചെറുപാറ കഷ്ണങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ നദികളിൽ പതിക്കുന്നു. അത് വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ പലയിടങ്ങളിൽ തട്ടിയും മുട്ടിയും നീങ്ങുന്നു. അങ്ങനെ അതിൻ്റെ മൂർച്ചയേറിയ വശങ്ങൾ മിനുസപ്പെടുന്നു. വർഷങ്ങളോളം ഉണ്ടാകുന്ന ഈ പ്രക്രിയയിൽ അതിന് രൂപമാറ്റമുണ്ടാകുന്നു. ക്രമേണ അത് ഭംഗിയേറിയ പല നിറങ്ങളുള്ള വെള്ളാരം കല്ലുകളായി മാറുന്നു. ഈ രൂപമാറ്റം ഏതൊരു മനുഷ്യ മനസ്സിനെയും ആകർഷിക്കുന്നു. അതിനെ ചിലർ പെറുക്കിയെടുക്കുന്നു. ഈ പ്രക്രിയ തന്നെയല്ലേ മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകുന്നത്? നാം വെള്ളാരം കല്ലുകളാകണമെങ്കിൽ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. അത്ര എളുപ്പം വെള്ളാരം കല്ലുകളാകാൻ പറ്റില്ല എന്ന സന്ദേശമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. എൻ്റെ സഞ്ചാര വഴികളെല്ലാം ഒരന്വേഷണമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഞാൻ നിരന്തരം സന്ദർശിക്കാറുള്ള സ്ഥലങ്ങളാണ് ഏലപ്പാറയും കുട്ടിക്കാനവും പീരുമേടും സമീപ പ്രദേശങ്ങളും. കോടമഞ്ഞിൽ ആലിംഗനബദ്ധരായി കിടക്കുന്ന ഈ മലമടക്കുകളിലെ സുന്ദരികളെ അഥവാ വെള്ളാരം കല്ലുകളെ എൻ്റെ മനസ്സ് പെറുക്കിയെടുക്കുകയാണിവിടെ. കാപ്പിയും ഏലവും കറുത്ത പൊന്നും ഇവിടുത്തെ തോട്ടവിളകൾ, വളഞ്ഞു പുളഞ്ഞ് വഴികൾ, താലിയും മൂക്കുകയറുമില്ലാതെ പുല്ലുമേഞ്ഞ് നടക്കുന്ന നാൽക്കാലികൾ, കോടമഞ്ഞിൻ കുളിരിൽ തേയില നുള്ളുന്ന മങ്കമാർ, വിരളമായി മനുഷ്യദൃഷ്ടിയിൽപ്പെടുന്ന സുന്ദരന്മാരും സുന്ദരികളുമായ കാട്ടുകോഴികളുടെ പരുപരക്കൻ ചിലച്ചിൽ, ചീവീടിൻ്റെ താളമേളങ്ങൾ, ചൂളക്കാക്കയുടെ ചൂളം വിളി, വർണ്ണവൈവിധ്യമുള്ള ചെടികളും പൂക്കളും, അതിൽ നിന്നും തേൻ നുകരുന്ന തേനീച്ചകൾ, തെറ്റിയും തെറ്റാതെയും പെയ്യുന്ന മഴ, ഇടയ്ക്കിടെ തഴുകുന്ന തണുത്ത കാറ്റ്, ചരിത്രം പറയുന്ന ദേവാലയങ്ങൾ, ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനുകൾ, രാവിൻ്റെ നിശബ്ദതയിൽ ഇടവേള തെറ്റാതെ ടൈമർ ഘടിപ്പിച്ചതുപോലെ തിരിതെളിയിക്കുന്ന മിന്നാമിനുങ്ങുകൾ. ഈ അവാച്യമായ അനുഭവം അനുഭവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രകൃതി സ്നേഹിയും കാണുകയില്ല. ഗ്ലെൻമേരി, LMS, ഹോപ്പ്, ആഷ്ലി, പോപ്സൺ എന്നിങ്ങനെ അനവധി തോട്ടങ്ങൾ. ആഷ്ലി എസ്റ്റേറ്റിലൂടെ യാത്ര ചെയ്താൽ മദാമ കുളിച്ചിരുന്ന മദാമ കുളത്തെത്താം. 1870 ശേഷമാണ് കോട്ടയത്തു നിന്നും ഏലപ്പാറയിലേക്ക് കാളവണ്ടി റോഡുകൾ വന്നത് എന്ന് പറയപ്പെടുന്നു. എൻ്റെ ജന്മനാടായ കോഴഞ്ചേരിയിൽ നിന്നും മാരാമണ്ണിലെ കുന്നിൽ മോട്ടേഴ്സിൻ്റെ മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ, കട്ടപ്പന വഴി ഇടുക്കി വരെ 6 ദശാബ്ദങ്ങൾക്ക് മുൻപ് ബസ് സർവീസ് ഉണ്ടായിരുന്നു. ജോൺ ഡാനിയൽ മൺറോയുടെ ഡൗണി എന്ന കുതിരയെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയുള്ള സെയിൻറ്റ് ജോർജ് CSI പള്ളി കുട്ടിക്കാനത്തിനും ഏലപ്പാറയ്ക്കുമിടയിലുള്ള പള്ളിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്നു. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്ന അമ്മച്ചിക്കൊട്ടാരവും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ആയുധപ്പുരയായിരുന്ന തോട്ടപ്പുരയും സൂഫി പീർ മുഹമ്മദിൻ്റെ കബറിടവും കുട്ടിക്കാനവും പീരുമേടുമായി പങ്കിടുന്നു. എൻ്റെ മനസ്സ് പിന്നെയും കുറേ വെള്ളാരം കല്ലുകൾ പെറുക്കിക്കൂട്ടി. തമിഴ്നാട്ടിൽ നിന്ന് പലചരക്കുമായി വന്ന മത്തായിയും കാളവണ്ടിയും, കൊക്കയിൽ വീണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ മത്തായി കൊക്കയും, അഴുതയും അണ്ണൻ തമ്പി മലകളും, കൈലാസഗിരിയും, കരടിക്കുഴിയും, വെടിക്കുഴിയും, തട്ടാത്തിക്കാനവും, നടുക്കാനവും, പാമ്പനാറും, പട്ടുമലയും, പരുന്തുംപാറയും, പുല്ലുപാറയും, മുറിഞ്ഞപുഴയും, മാടത്തറയും, ലാഡ്രവും, തെപ്പക്കുളവും, ലക്ഷ്മി കോവിലും, കൂടാതെ ബ്രിട്ടീഷുകാർ പേരിട്ടതും നാട്ടുകാരുടെ നാവിന് വഴങ്ങാത്തതുമായ ലോൺട്രീ എന്ന ലോൺ ട്രീയും, ഹില്ലാസി എന്ന ഹില്ലാഷും, വൈസൻ വാലി എന്ന ബൈസൺ വാലി എന്നിങ്ങനെ അനവധി വെള്ളാരം കല്ലുകൾ പെറുക്കിക്കൂട്ടി. നോക്കൂ സ്നേഹിതരെ, ഞാൻ പെറുക്കിയെടുത്ത ഈ വെള്ളാരം കല്ലുകൾ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാട് വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കിയ ധാരാളം പേർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നോർക്കുക. ഉല്ലാസവേളകളിൽ ഉച്ഛിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞും അധികാരത്തണലിൽ നിന്ന് ആവശ്യത്തിനധികം നിർമ്മാണങ്ങൾ നടത്തിയും ഈ വെള്ളാരം കല്ലുകളുടെ വെണ്മ നഷ്ടപ്പെട്ടു വരികയാണ്. ഈ സുന്ദരഭൂമിയുടെ വെണ്മ അല്പമെങ്കിലും ആസ്വദിക്കാൻ അർഹതപ്പെട്ടവരാണ് നമ്മുടെ വരും തലമുറ എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. ഈ വെള്ളാരം കല്ലുകളുടെ വെണ്മ നശിക്കാതിരിക്കാൻ നമുക്ക് കൂട്ടായി തീരുമാനമെടുക്കാം. വെള്ളാരം കല്ലുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. സസ്നേഹം, നെബു തടത്തിൽ, കോഴഞ്ചേരി.